ഇപ്പോൾ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഡ്രോണിൻ്റെ പരിശോധന, എൻ്റെ സിഗ്നൽ ആ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ആ കൺട്രോൾ റൂമിലേക്ക് എത്തിയതിന് ശേഷം മാത്രമേ അവർക്കും അവിടുന്ന് എന്താണ് കാര്യങ്ങളെന്ന് നമ്മെ അറിയിക്കാൻ കഴിയൂ. അപ്പോൾ പരിമിതികൾ ഈ സമയത്തിൻ്റെ ഈ ഏറ്റക്കുറച്ചിലുകൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊരു കാര്യം ശ്രീ ഡിനി, ഈ ഐബോർഡ് ഡ്രോണിന് ഈ ആഴത്തിലുള്ള ഈ മനുഷ്യൻ്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ? ഒന്ന്. മറ്റൊന്ന്, ഈ പറയുന്ന പോലെ അവിടുത്തെ അടിയൊഴുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ അടിയൊഴുക്കും ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥയൊക്കെ നോക്കുമ്പോൾ കുറച്ച് പ്രയാസമില്ല പുറമേ നിന്ന് നോക്കുമ്പോൾ എന്നാണ്. പക്ഷേ അടിത്തട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് വെല്ലുവിളി, സീറോ വിസിബിലിറ്റി, അത് പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. പിന്നീട് ഈ ബോട്ടുകൾക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല. അവർക്ക് സ്റ്റാൻഡ് ചെയ്തെങ്കിൽ മാത്രമേ താഴേക്ക്, അല്ലെങ്കിൽ നേരത്തെ ആദ്യം ഒരു ശ്രമം ഈ നോക്കിയിരുന്നു, ലൊക്കേറ്റ് ചെയ്യാൻ നോക്കി. അതൊക്കെ അടിയൊഴുക്ക് മൂലം ആ ശ്രമങ്ങളൊക്കെ തന്നെ വിഫലമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോഴുണ്ടാകുന്ന ന്യൂനതകൾ, ആ ന്യൂനതകളെ അതിനെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ, ഇപ്പോഴത്തെ സംവിധാനം ഇവിടെ എത്തിച്ചിരിക്കുന്ന, ഇപ്പോൾ ഡ്രഡ്ജിങ് മെഷീൻ അടക്കം നേരത്തെ നമ്മൾ കണ്ടു അവിടേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇപ്പോൾ പ്രിപ്പറേഷൻ എത്രത്തോളം കാര്യക്ഷമമാകും? ശ്രീ പ്രജീഷ്, ഇതിനകത്ത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് IBOD എന്നുള്ള ഒരു സിസ്റ്റത്തിനെ കുറിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് വലിയ ഒരു നോളജ് ഇല്ല. അത് ഞാൻ പറയുകയാണ്. കാരണം അതൊരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്, അത് എവോൾവ് ആയൊക്കെ വരുന്നതേ ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, പ്രത്യേകിച്ച് മേജർ ജനറൽ ഇന്ദ്രപാൽ സർ പറഞ്ഞ രീതി അനുസരിച്ച് അതിനകത്ത് മനുഷ്യന്റെ അത് കണ്ടെത്താൻ പറ്റുമോ എന്നുള്ള ഒരു ഡൗട്ട് അദ്ദേഹം പറഞ്ഞു. അത് കാരണം അതൊരു ഫോട്ടോ ഇമേജറി പോലത്തെ അല്ല. അതിനകത്തൊരു അവരുടെ ഒരു അനാലിസിസ് എന്നുള്ള രീതി, അതായത് റേഡിയോ ഫ്രീക്വൻസി ഒക്കെ വെച്ച് മാച്ച് എന്നിട്ടാണ് അവർ അതിനകത്ത് കൊണ്ടുവരുന്നത്. അപ്പം മേ ബി ചിലപ്പോൾ കാണുമായിരിക്കും. പക്ഷെ ഇപ്പം അവരുടെ ആ ലക്ഷ്യം എനിക്ക് തോന്നുന്നു ട്രക്കിന്റെ ആ ഒരു ഇത് വെച്ച് കണ്ടെത്താനുള്ളതാണ്. ആൻഡ് അത്രയും ആ ഒരു വെച്ചിട്ട് മാത്രമേ ഇപ്പോഴത്തെ അവസ്ഥയിൽ സംഭവിക്കൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് മനുഷ്യന്റെ ഇതുണ്ടോ കാണാൻ പറ്റുമോ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് പ്രിപ്പറേഷനെ സംബന്ധിച്ച് ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്കൊന്ന് 2 ദിവസമായിട്ട്, ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് ഈ ദൗത്യസേന അവർ കുറച്ച് മുൻപേ ചിന്തിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അതായത് നാളെ ചെയ്യേണ്ട കാര്യത്തിനെ കുറിച്ച് അവർ ഇന്നലെ കുറെ തീരുമാനങ്ങൾ എടുക്കുകയും ഇന്നലെ അതിന്റെ വേണ്ടി ആക്ഷൻസ് ചെയ്തു. അങ്ങനെയാണ് ആക്ച്വലി ഓപ്പറേഷൻസ് ചെയ്യേണ്ടുള്ളത്. അപ്പോൾ നമ്മൾ 2 ദിവസം 3 ദിവസത്തിന്റെ ഒരു ഫ്യൂച്ചറിലെ രീതിയിൽ നോക്കിയിട്ട് വേണം. 2 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ആവശ്യം വരും, അത് ഇപ്പോഴേ നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ആവശ്യം 3-ാം ദിവസം കിട്ടൂ. അങ്ങനെ ഒരു രീതി 2-3 ദിവസമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് നല്ല രീതിയാണ്. കാരണം അവർ ഈ ഡ്രഡ്ജിങ്ങിന്റെ കാര്യമായാലും ശരി, ഈ ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് അതിനൊരു ബേസ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം അവർക്കറിയായിരുന്നു, എനിക്ക് തോന്നുന്നു, ഈ ട്രക്കിനെ ഈ ബൂം എക്സ്കവേറ്റർ വെച്ച് അതിന്റെ ഈ മണ്ണ് മാറ്റാനുള്ള ഒരു ശ്രമം വേണ്ടി വരും എന്ന് അവർക്ക് പ്രോബ്ലി അവർ അനലൈസ് ചെയ്തതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനൊരു ബേസ് ആവശ്യം വരും, അവിടുന്ന് കുറച്ചുകൂടെ റീച്ച് കിട്ടും എന്നുള്ള രീതിയിലേക്കാണ് അവർ ഇന്നലെ തൊട്ടേ അവർ ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പ്ലാൻ അത് ഇതുവരെ അവർ ഇംപ്ലിമെന്റ് ചെയ്തോന്ന് എനിക്കറിയില്ല, അവിടുത്തെ റിപ്പോർട്ടേഴ്സ് ആയിരിക്കും ഫൈനലി പറയുന്നത്. പക്ഷെ ഞാനിത് കേട്ടിരുന്നു, അതായത് ഈ ഫ്ലോ കുറയ്ക്കാൻ വേണ്ടി ഒരു ടെമ്പററി ബന്ദ് പോലെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അതെ, അതിന്റെ ഒരു ശ്രമം അവർ നടത്തും. അത് ഇതെല്ലാം അവർ എന്താ പറഞ്ഞ ഈ ഫ്ലോ എങ്ങനെ നിർത്താം, അല്ലെങ്കിൽ ഇത് ഫ്ലോ ഇപ്പം സ്ലോ ആയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു ഫോർസൈറ്റ് വെച്ച് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ ആസ് ഓഫ് നൗ വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ചെയ്തുകൊണ്ട് പോകുന്നത്. ഓൺലി തിങ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് കുറച്ചും കൂടെ പേഷ്യൻസ് വേണം. അതിനോ നമ്മളെ ഫുൾ എല്ലാവരും 10 ദിവസമായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എല്ലാവർക്കും തീർച്ചയായും കേണൽ ഡിനിയെ പോലെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ, ഈ മേഖലയിൽ പ്രവർത്തിച്ച ആളിലൊക്കെ പറയുന്നതനുസരിച്ച് പ്രിയ പ്രേക്ഷകരിലേക്ക് കൂടി ഞാനത് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം നമ്മൾ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്ക് അവിടെ നിന്ന് നമ്മൾ ഓരോ വിവരങ്ങൾ എത്തിക്കുമ്പോഴും നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾക്ക് പരിമിതമായ ചുറ്റുപാടുകളിൽ ഒരുപക്ഷെ നമുക്ക് മറ്റ് ഏതെങ്കിലും ഒരു സംഭവമോ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെയല്ല, നമ്മൾക്ക് പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ട്. അതുകൂടി കണ്ടുകൊണ്ട് മാത്രമേ അവിടുന്നുള്ള വിവരങ്ങൾ പോലും നമുക്ക് ക്രോഡീകരിക്കാൻ കഴിയൂ. അപ്പോൾ ഇതുവരെയുള്ള നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അതാണിപ്പോൾ ദൃശ്യങ്ങളായി കൂടി ആ തടിക്കഷ്ണങ്ങൾ അത് 4 തടിക്കഷ്ണങ്ങളാണ് എത്തിയിരിക്കുന്നത്. 8 കിലോമീറ്റർ ദൂരെ ഈ ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും ഉണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ കൃത്യമായി നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരങ്ങൾ എത്തിക്കുന്നു. പിന്നെ നമ്മുടെ മുന്നിലുള്ളത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന. ആ നേവി സംഘത്തിന് ഈ വാഹനത്തിന് ഏകദേശം അടുത്തുവരെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എത്തുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സീറോ വിസിബിലിറ്റിയാണ്. നമ്മുടെ ഒരു ചെറിയൊരു തോട് പോലും നമുക്ക് നോക്കൂ, ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ അവിടെ കലങ്ങി മറിഞ്ഞ് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ എന്തുമാത്രം മണ്ണ് ഇങ്ങനെ വന്ന് പതിച്ച് കിടക്കുന്ന ഒരു പുഴയിൽ എന്തായിരിക്കാണ് തടി, മറ്റ് വേസ്റ്റുകൾ എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന ഒരു അവസ്ഥയിൽ
നമുക്കൊന്നും കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ഈ റേഡിയോ സിഗ്നൽ കടത്തി വിട്ടുകൊണ്ടാണ് ആ സിഗ്നൽ അവിടേക്ക് എത്തിയ ശേഷം ഈ ഒബ്ജക്റ്റിലേക്ക് എത്തി തിരിച്ച് ഈ പറയുന്ന ഡ്രോണിലേക്ക് എത്തുകയും പിന്നീട് അവിടെ നിന്നും ഇത് കൺട്രോൾ റൂമിലേക്ക് ആ സിഗ്നൽ അവിടെ എത്തണം, എന്നിട്ട് വേണം അവർ ശരിയാ. അങ്ങനെ ഒരുപാട് പ്രോസസ്സുകൾ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാവുന്നതാണ്. കേണൽ, ഇനി ഒരു കാര്യം കൂടി, നമ്മൾ ഈ ദുരന്തങ്ങളുടെ ഒരു ഈ മുഖത്ത് നിൽക്കുമ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ ഈ വലിയ ഒരു മഹാദുരന്തം ഒരു ഐ ഓപ്പണായി എങ്ങനെ മാറേണ്ട സാഹചര്യമുണ്ട്? കാരണം നോക്കൂ, ഈ ദേശീയപാത അതോറിറ്റിക്ക് വരെ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു സംഭവമായി ഇത് മാറുകയാണ്. ഒരുപാട് പേർക്ക് ഇതിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. പിന്നീട് വന്ന നമ്മുടെ ഈ സംവിധാനങ്ങൾ, അത് ഡിപ്ലോയ് ചെയ്യപ്പെട്ട രീതികൾ, ഇതൊക്കെ അതിലൊക്കെയുള്ള ഒരു പുനർവിചിന്തനം, പിന്നെ നമ്മുടെ ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമ്മൾ അതിൻ്റെ മുന്നിൽ നമുക്ക് ഒരുപാട് പ്രോട്ടോക്കോളൊക്കെ ഉണ്ട്. ആ പ്രോട്ടോക്കോളൊക്കെ ഏത് രീതിയിൽ പരിവർത്തനം ചെയ്യപ്പെടണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജ് ഈ ഇൻസിഡൻറ്റ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നുണ്ടോ? അതുകൂടി. തീർച്ചയായിട്ടും ശ്രീ പ്രജീഷ്, ഒരു സംശയമില്ല, ഈ ഒരു ദുരന്തം ധാരാളം കാര്യങ്ങൾ നമ്മളെല്ലാവരെയും പഠിപ്പിക്കുന്നുണ്ടെന്നത് യാതൊരു സംശയമില്ല. പക്ഷെ എൻ്റെ ഒരു വറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ നാഷണൽ മീഡിയയിലൊന്നും ഈ ഒരു ഇൻസിഡന്റ് അത്ര വലിയ രീതിയിലുള്ള ഒരു റിപ്പോർട്ടിംഗ് വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു അൺനോട്ടീസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കാത്ത രീതിയിലേക്കുള്ള ഒരു രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട് ഇത് കഴിഞ്ഞാൽ. പക്ഷേ ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി അവരുടെ ഒരു പഠനം തീർച്ചയായിട്ടും മാൻഡേറ്ററി ആണ്. പ്രത്യേകിച്ച് ഈ വെസ്റ്റേൺ ഘാട്സിലേക്കുള്ള റോഡ്സും മറ്റു കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഓൾറെഡി ഹിമാലയൻ റോഡ്സിന് വേണ്ടിയൊക്കെ ധാരാളം ഇതുപോലത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിന്റെ ടണൽ കൊലാപ്സ് ഒക്കെ കണ്ടപ്പം അതുകൊണ്ട് അവർ ഒരു ബാലൻസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം. കാരണം റോഡുകളും ആവശ്യമാണ്, പക്ഷെ റോഡുകൾ പണിയുമ്പം ഇതുപോലത്തെ പ്രകൃതിയെ നശിപ്പിക്കാതെ അല്ലെങ്കിൽ പ്രകൃതിയുടെ വലിയ രീതിയിലുള്ള ഒരു കേടുപാട് പറ്റാതെ എങ്ങനെ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള ഈ ഒരു ബാലൻസിനെ കുറിച്ച് എനിക്കൊന്ന് വർഷങ്ങളായിട്ട് ചർച്ചയും ഡിബേറ്റ്സും ഒക്കെ നടക്കുന്ന ഒരു ടൈമാണ്. പക്ഷെ തീർച്ചയായിട്ടും ഈ ഒരു ഇൻസിഡന്റ് ഡെഫിനറ്റ്ലി ഈ ഒരു ഇൻസിഡന്റ്, കാരണം നമ്മളത് കണ്ടു അതെങ്ങനെയാണ് അത്രയും സ്റ്റീപ്പായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ വേറൊരു പ്രൊട്ടക്ഷൻ ഒന്നും കൊടുക്കാത്ത ഒരു രീതിയിലേക്ക് നിന്നത്. അതൊരു ഐ തിങ്ക് ഡിസാസ്റ്റർ വെയിറ്റിംഗ് ടു ഹാപ്പൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഏരിയയും നമുക്ക് കാണാം ഇപ്പം. അപ്പൊ അതേപോലെ വേറെ ഏരിയസ് ഉണ്ടോ? പ്രത്യേകിച്ച് ഈ ഒരു മോൺസൂൺ സീസണിൽ എങ്ങനെയാണ് ഡ്രൈവേഴ്സിന് എന്തെങ്കിലും ആ ഒരു രീതിയിലേക്ക് അവിടൊക്കെ ഒരു വാർണിംഗ്, ഒരു ഡിസാസ്റ്റർ പ്രിവെൻഷൻ എന്നുള്ള രീതിയിലുള്ള എന്തെങ്കിലും വാർണിംഗ് സിസ്റ്റം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ടോ? കാരണം നമുക്ക് എപ്പോഴും പ്രിവെൻഷൻ ആണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട സാധിക്കുക. അതായത് എങ്ങനെ ഒരു ദുരന്തം നടക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ചെയ്യുന്ന പോലത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് ചെയ്യുന്നത്. അപ്പം ആ പ്രിവെൻഷനിലേക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാം. കേരളത്തിലും ഇതേപോലെ തന്നെയാണ് പല ഏരിയകളിലും നമ്മളൊന്നും നേരത്തെ പറഞ്ഞ പോലെ വിചാരിക്കാത്ത സ്ഥലങ്ങളിലും ചിലപ്പം വിചാരിക്കാത്ത സമയത്തും ഇതുപോലത്തെ ദുരന്തം സംഭവിക്കാം. അപ്പൊ അതെല്ലാം നമ്മൾ ആ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ട്. അവരവരുടെ ഒരു പീരിയോഡിക്കലായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ചർച്ചയും അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസും ട്രെയിനിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും പ്രകൃതി അതിന്റെ പല രീതിയിലുള്ള എന്താ പറയുക ഡിസ്പ്ലഷർ എന്ന് വേണമെങ്കിൽ പറയാം. ഡിസ്പ്ലഷർ അത് പ്രകടിക്കും. അതെല്ലാം നമുക്ക് പ്രവചിക്കാൻ പറ്റത്തില്ല. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ചെയ്യാമായിരുന്നു. ഇവിടെ അത് നടന്നില്ല ഇനിഷ്യലി. പക്ഷെ ഇപ്പം വളരെ ഭംഗിയായിട്ടാണ് നടക്കുന്നത്. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം, അത് ഗവൺമെന്റ് ആയാലും ശരി, ഏജൻസീസ് ആയാലും ശരി, അടുത്ത ബാക്കിയുള്ള. തീർച്ചയായും ഡിനി സൂചിപ്പിച്ചതുപോലെ തന്നെ, കാരണം ദിവസങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ദുരന്തമുഖത്ത് ഓരോ നിമിഷങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാസീനത എന്നത് ഒരു സമീപനം ഉണ്ടാകാനേ പാടില്ല. ഒപ്പം ഡിനി, കാരണം ഒരുപാട് നമ്മളൊക്കെ ഓരോ ദിവസവും തള്ളി നീക്കിയപ്പോൾ മഹാത്ഭുതങ്ങൾ സംഭവിച്ച ഇത്തരത്തിലുള്ള ഇൻസിഡന്റ് ഒക്കെ ലോകത്ത് തന്നെ ഉണ്ട്. അവിടെയൊക്കെ ഏതൊക്കെയോ ഒരു നിയോഗം പോലെയൊക്കെ, ഒരു പിടിവള്ളി പോലെയൊക്കെ നമ്മൾ കാണാറുണ്ട്, രക്ഷാകരങ്ങൾ എത്തുന്നത് പോലെ. പക്ഷേ ഇവിടെ ഇപ്പോൾ 10 ദിവസമായിരിക്കുന്നു വെള്ളത്തിന് അടിയിൽ ആണൊരു ലോറി കിടക്കുന്നത്. സമാനമായ രീതിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ഇതേ ഏരിയയിൽ നിന്നും അല്പദൂരത്ത് നിന്ന് കിട്ടുന്നു. അപ്പോൾ 10 ദിവസത്തിന് ശേഷം എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനേയും ഫേസ് ചെയ്യുക എന്നുള്ളതാണല്ലോ. കാരണം ഇനിയുള്ള സമയങ്ങളിൽ ഒരു തീരുമാനത്തിലേക്ക്, ഒരു ഉത്തരത്തിലേക്ക്, ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനി അധിക ദൂരമില്ല. അപ്പോൾ എല്ലാത്തിനെയും നമ്മൾ ഫേസ് ചെയ്യണം. അത് ബന്ധുക്കളോടായാലും സുഹൃത്തുക്കളോടൊക്കെ നമ്മൾ ആ രീതിയിൽ അങ്ങനെ മാനസികമായി പരുവപ്പെട്ട ഒരു കുടുംബാംഗങ്ങളുടെയൊക്കെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ശ്രീ ഡെന്നി, അതുകൊണ്ട് തന്നെ ഇന്നത്തോടുകൂടി നമുക്കൊരു ഉത്തരം, ഒരു ക്ലിയർ ആയി നമുക്ക് മുന്നിൽ എത്തിയേക്കാമല്ലേ?
തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അതായത് ആ കുടുംബത്തിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലോഷർ ആവശ്യമാണ്, ഒരു അന്ത്യം, അതായത് ഒരു അറിവ് വേണം എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ആ അറിവ് ഇല്ലായ്മയാണ് പല കുടുംബങ്ങളിലും എത്രയോ നാളുകൾ ഇങ്ങനെ വിഷമത്തിലൊക്കെ നിൽക്കുന്നത് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് ആ അറിവ് ആണ് ഇന്ന് നമ്മളെ അത് കിട്ടിക്കഴിഞ്ഞാൽ അതെന്ത് ആയാലും ശ്രീ പ്രജേഷ് പറഞ്ഞ പോലെ അത് ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. കാരണം 10 ദിവസം ആയിട്ടുണ്ട്. പക്ഷെ ആ ഒരു ക്ലോഷർ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് നമുക്കെല്ലാം പ്രാർത്ഥിക്കാം. അതായത് ഇന്ന് ത്തോടെ അതിനൊരു അറിവ് നമുക്ക് ലഭിക്കും തന്നെയാണ്. പക്ഷെ അതെല്ലാം ഞാൻ പറഞ്ഞപ്പോഴും നമുക്കറിയാം പ്രകൃതി അവിടെ ആ ഒരു കാലാവസ്ഥ വലിയൊരു ഫാക്ടറാണ്. അപ്പൊ അതിന്റെ എല്ലാം കൂടെ വെച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. വേറൊരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കുറച്ച് കഴിയുമ്പം ലൈറ്റ് പോകും. കാരണം ഇന്നത്തെ ദിവസത്തിന്റെ ആ ഒരു രാത്രി ആകുമ്പോഴത്തേക്ക് എത്രമാത്രം അവിടെ വിസിബിലിറ്റി ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ ചോദ്യങ്ങളുണ്ട്. സോ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പക്ഷെ അതിലൂടെ തന്നെ നമുക്ക് കുറച്ച് ക്ഷമയും കാണിക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.